രുചീഷ് വി രവീന്ദ്രനാണ് നമ്മളോടൊപ്പം വിശകലനത്തിനായി ചേർന്നത്. രുചീഷ്, ഈ വാർത്താ ദിവസം തന്നെ തുടങ്ങിയത് സത്യത്തിൽ മെസ്സിയുടെ ഹാട്രിക് ഗോൾ കണ്ടുകൊണ്ടതാണ്. അത് ഏറ്റവും അർജന്റീന ആരാധകർക്ക്, കേരളത്തിൽ പ്രത്യേകിച്ച് അത്രയും അധികം ആവേശവും ഊർജവും ഒക്കെ ഈ ലോകകപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ അവരെ വീണ്ടും വീണ്ടും മുന്നോട്ട് നയിക്കുന്ന ഒരു ഊർജ്ജമായി തന്നെയാണ് ആ ഹാട്രിക് ഗോൾ നിലകൊള്ളുന്നത്. ഒരിക്കൽ കൂടി അവർ ഗോട്ട് ആരെന്നതിന് അർജന്റീനക്കാർ വീണ്ടും തറപ്പിച്ചും അല്ലാതെയും ഒക്കെ ഉത്തരം പറയുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ ഇത്. എന്തായാലും നമ്മുടെ വാളുകളും നമ്മുടെ സോഷ്യൽ മീഡിയ വാളുകളൊക്കെ ഇങ്ങനെ കൊണ്ട് നിറയുകയാണ്. രാവിലെ മുതൽ മെസ്സിയെ പുകഴ്ത്തിയുള്ള പോസ്റ്റുകളും മെസ്സിക്കായി കാത്തുവെച്ച കുറേ കവിതകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ അങ്ങനെ നിറയുകയാണ്. ഒരു വേള രുചീഷ് വി രവീന്ദ്രൻ്റെ സ്റ്റാറ്റസിലടക്കം ഞാൻ കുറേ മൈൽ സ്റ്റോണുകൾ പോലെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോഴും അതിനിടയിൽ വന്ന ഒരു റീലോ ഒരു വീഡിയോ ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു പെൺകുട്ടി ഒരു പുരുഷനോട് ചോദിക്കുകയാണ്, എത്ര ഗോള് ഇന്ന് ആരാണ് ജയിച്ചത്, അർജൻറ്റീനയാണോ? അതേ അർജൻറ്റീനയാണ്. അതിൽ ആരാണ് സ്കോർ ചെയ്തത്? മെസ്സിയാണോ സ്കോർ ചെയ്തിരിക്കുന്നത്? അപ്പം എത്ര സ്കോർ ചെയ്തിട്ടുണ്ടാവുമെന്ന് അവർ തിരിച്ചു ചോദിക്കുന്നു. മേ ബി 1 എന്ന് പറയുന്നു. അപ്പോൾ അയാൾ പറയുകയാണ്, അല്ല, ഹാട്രിക് എന്ന് പറയുന്നു. ഓഹോ, ആണോ? ഈ പ്രായത്തിലോ, 38 വയസ്സിലോ? അപ്പോൾ അയാൾ പറയുന്ന ഉത്തരം, ബിക്കോസ് ഹി ഈസ് മെസ്സി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് വീണ്ടും ചോദിക്കുന്നു, 3 വർഷമായി യൂറോപ്പിൽ കളിക്കാത്ത ഒരു മനുഷ്യൻ വീണ്ടും ഈ പ്രായത്തിൽ ഗോൾ അടിക്കുന്നു, ബിക്കോസ് ഹി ഈസ് മെസ്സി. അപ്പോൾ മെസ്സി എന്നുള്ളതാണ് ഇതിനൊക്കെയുള്ള ഉത്തരം എന്നുള്ളതാണ്. അയാൾ വീണ്ടും അത് അരക്കെട്ട് കുറിപ്പിക്കുകയാണ്, ഞാൻ ഗോട്ടാണ് എന്നുള്ളത്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ളത്. രുചിഷ് പറയൂ, ഇന്നത്തെ കളിയും തീർച്ചയായും മെസ്സി അദ്ദേഹത്തിന് ഇത്തവണ ഒട്ടും സമ്മർദ്ദമില്ലാത്ത ഒരു ലോകകപ്പായിരിക്കും. കാരണം മുൻപൊക്കെ ഈ കപ്പില്ലായ്മ ഉണ്ടായിരുന്നുവല്ലോ. പക്ഷേ അദ്ദേഹത്തിന് അതെന്തായാലും നികത്താനായിട്ടുണ്ട്. നിലവിൽ ഒരു സമ്മർദ്ദവും ഇല്ലാതെ കളിക്കുന്ന ഒരു ലോകകപ്പായിരിക്കും. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് അല്പം കൂടെ മാനസികമായും അല്ലാതെയുമൊക്കെ നിറഞ്ഞാടാൻ പറ്റുന്നൊരു ലോകകപ്പ് കൂടിയായിരിക്കുമല്ലോ ഇത്. തീർച്ചയായും ശ്യാമിലി, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലിയോണൽ മെസ്സിയുടെ കരിയറിൽ അദ്ദേഹത്തിൻ്റെ യാതൊരുവിധ സമ്മർദ്ദവും ഇല്ലാതെ അദ്ദേഹം കളിക്കുന്ന ആദ്യത്തെ ലോകകപ്പിലെ മത്സരമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവസാനത്തെ മത്സരം അദ്ദേഹം ലോകകപ്പിൽ കളിച്ചത് കഴിഞ്ഞ ലോകകപ്പിൻ്റെ ഫൈനലിലാണ്. അന്നത്തെ സമ്മർദ്ദം നമുക്കറിയാം. ആ സമ്മർദ്ദ ഘട്ടത്തിൽ പോലും 2 ഗോളുകൾ ഫൈനലിൽ നേടുകയും ടീമിനെ ജയത്തിലെത്തിക്കാൻ വളരെ നിർണായകമായ പ്രകടനം ടൂർണമെൻറ്റിൽ ഉടനീളം കാഴ്ചവെക്കുകയും ആ ടീമിനെ ഒത്തു കൊണ്ടുപോകുകയും ചെയ്ത ഒരാൾ കൂടിയാണ് ലിയോണൽ മെസ്സി. നമ്മളിപ്പോൾ പറയുന്ന പോലെ ലിയോണൽ മെസ്സിക്ക് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇനി ഏതെങ്കിലും തരത്തിൽ തെളിയിക്കാൻ യാതൊരു കാര്യവുമില്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഈ ലോകകപ്പ് നടക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വിരമിച്ചേക്കും എന്ന് ആയിരുന്നു ഞങ്ങൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആ അർത്ഥത്തിലാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ അതിനുശേഷം അദ്ദേഹം പറയുന്നത്, എനിക്ക് സംഘത്തെ വിട്ടു പോകാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. നമുക്കറിയാം, ലിയോണൽ മെസ്സിയുടെ കരിയറിൽ 10 വർഷം മുൻപ് ലിയോണൽ മെസ്സി കരിയറിൽ നിന്ന് വിരമിച്ച ഒരാൾ കൂടിയാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഇത്രയും കാലത്തിന് ശേഷവും അദ്ദേഹം ഈ ഫുട്ബോളിനോട് കാണിക്കുന്ന ഈ അഭിനിവേശം, അദ്ദേഹത്തിൽ ഫുട്ബോൾ ബാക്കിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം 2016 തുടർച്ചയായി ഫൈനലുകളിൽ പരാജയപ്പെട്ട് നിരാശനായി ഞാനാണോ ഈ അർജന്റീന ടീമിൻ്റെ ഒരു ശാപം എന്ന തരത്തിലേക്ക് അദ്ദേഹം വിലയിരുത്തി അദ്ദേഹം പറയുന്നു, ഞാനാണ് ഇതിൻ്റെ പ്രശ്നമെങ്കിൽ ഞാൻ മാറി നിൽക്കാമെന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി പൊട്ടിത്തെറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് ഞാൻ അർജന്റീന ടീമിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അതിന് 10 വർഷത്തിന് ശേഷം പോലും ഒരു ലോകകിരീടം നേടി അതിന് വീണ്ടും ഒരു 4 വർഷത്തിന് ശേഷം അടുത്ത ആ ലോകകിരീടം നിലനിർത്താൻ വേണ്ടി വരുമ്പോഴും മെസ്സി തന്നെയാണ് ഈ ടീമിൻ്റെ നെടുന്തൂൺ എന്ന് വ്യക്തമാക്കുന്നത്. ആ സ്കോർ കാർഡ് മാത്രമാണ്, അതിൽ ഒരു ഹാട്രിക്കേ ഉള്ളൂ. ആ ഒരു ഹാട്രിക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 ഗോൾ കൊണ്ട് മാത്രമാണ് അർജന്റീന ജയിക്കുന്നത്. ഇതിലും വൈകാരികമായ ഒരുപക്ഷെ അർജന്റീന ടീമിൻ്റെ എത്രമാത്രമാണ് മെസ്സി ഈ ടീമിനെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ മെസ്സിയെ രണ്ടാം പകുതിക്ക് ശേഷം ഈ ഹാട്രിക്കിന് ശേഷം പിൻവലിക്കുമ്പോൾ ലിയോണൽ സ്കലോണിയുടെ മുഖത്തുള്ള ആ ഭാവം മാത്രം മതി. കാരണം ഒരു സാധാരണഗതിയിൽ നമുക്കറിയാം, പരിശീലകനാണ് ഒരു ഫുട്ബോൾ ടീമിൻ്റെ എല്ലാം അദ്ദേഹം തീരുമാനിക്കുന്നു. അദ്ദേഹം ആരെ ഇറക്കണമെന്ന് തീരുമാനിക്കുന്നു, ആരെ ഏത് നിമിഷം ഗ്രൗണ്ടിൽ നിന്ന് വിളിക്കണമെന്ന് തീരുമാനിക്കുന്ന എല്ലാം പരിശീലകനാണ്. പക്ഷേ സ്കലോണി ഹാട്രിക് നേടി കാണികളെ അഭിവാദ്യം ചെയ്ത് തിരിച്ചു വരുന്ന മെസ്സി വരുമ്പോൾ സ്കലോണി കരയുകയാണ്. അദ്ദേഹം വളരെ വൈകാരികമായി കരയുകയാണ്. അതായത് ലിയോണൽ മെസ്സി ഈ 39-ാം വയസ്സിലേക്ക് പോവുകയാണ്. അദ്ദേഹം അടുത്ത ആഴ്ച 39 വയസ്സ് പൂർത്തിയാവുകയാണ്. 38 നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ പോലും ഈ ജൂൺ 24 അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. 39 വയസ്സ് പൂർത്തിയാവുക.
പൂർത്തിയാക്കുകയാണ്. ഈ പ്രായത്തിൽ ലിയോണൽ മെസ്സി ലോകകപ്പിൽ ഒരു ഹാട്രിക് നേടുന്നു. അതൊരു റെക്കോർഡായി മാറുന്നു. ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായമേറിയ താരമായി മാറുന്നു. ഈ തരത്തിലുള്ള റെക്കോർഡുകൾ വരുമ്പോൾ ഒരു പരിശീലകൻ സാധാരണഗതിയിൽ സന്തോഷിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വൈകാരികമായി കരയുന്നത് ലിയോണൽ മെസ്സി എത്രമാത്രം സ്വാധീനം ആ ടീമിൽ ഉണ്ടാക്കി എന്നതിൻ്റെ ഒരു തീർച്ചയായും അത് ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ്. അത്രമാത്രം വലിയ സ്വാധീനം ലിയോണൽ മെസ്സി ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഒരുപക്ഷെ വീണ്ടും ഈ കിരീടം നിലനിർത്താൻ ഈ ടീമിന് കരുത്തുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ലോകകപ്പിൽ 17 താരങ്ങൾ കഴിഞ്ഞ ലോകകപ്പിൽ കിരീടം നേടിയ 17 താരങ്ങളുമായി അർജന്റീന ഇപ്പോഴും വരുമ്പോൾ മറ്റ് ടീമുകൾക്ക് ഞാൻ നേരത്തെ ശ്യാമിലി സൂചിപ്പിച്ചതുപോലെ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള കായിക റിപ്പോർട്ടർ കൂടി ആയിരുന്ന ദാവൂദിൻ്റെ ഒരു പോസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് അർജന്റീനയ്ക്ക് 2 തരത്തിൽ ഗോളുകൾ നേടാം. ഒന്ന് സാധാരണഗതിയിൽ മറ്റെല്ലാ ടീമുകളും ചെയ്യുന്ന പോലെ പാസ് ചെയ്തുകൊണ്ട് ഗോൾ നേടാം. അടുത്തൊരു ഓപ്ഷൻ എന്നത് മെസ്സിയുടെ കാലിലേക്ക് പന്ത് കൊടുക്കുക എന്നതാണ്. അത് കുറച്ചുകൂടി എളുപ്പമുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം വളരെ രസകരമായി പറയുന്നുണ്ട്. അതുപോലെയാണ് ഇന്നത്തെ മത്സരത്തിലും കണ്ടത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലെ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ താരതമ്യേന അർജന്റീനയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായ ടീമുകളല്ല. പക്ഷേ ലോകകപ്പാണ്. ഏത് ടീമും വലിയ ശക്തരായ ടീമിനെ പോലെ തന്നെയാണ് എല്ലാവരും വിലയിരുത്തുക. അതുകൊണ്ട് അടുത്ത മത്സരങ്ങളിലേക്ക് വരുമ്പോൾ അർജന്റീനയ്ക്ക് കുറച്ചുകൂടി പ്രതീക്ഷ നൽകുന്ന ഒരു തുടക്കമാണ് ഇത്തവണ ഉണ്ടാക്കിയത്. റെക്കോർഡുകളിൽ ഏതെങ്കിലും തരത്തിൽ പേരുകൾ വന്നു എന്നത് മാത്രമല്ല, വളരെ സമ്മർദ്ദമില്ലാതെ പൂർണ്ണമായി ഏത് തരത്തിലാണ് മത്സരിക്കേണ്ടതെന്ന ബോധ്യത്തോടെ ലിയോണൽ മെസ്സി മത്സരിക്കുന്ന ഒരു ലോകകപ്പ് കൂടിയാണ് ഇത്തവണത്തെ. ശരി, രുചീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കാൽപന്ത് കളിയിലെ നിലവിലെ ചരിത്രമെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് മിഷിഹ എന്നറിയപ്പെടുന്ന ലയണൽ മെസ്സി മുന്നേറുന്നത്. ഈ മാസം 24-ന് 39 വയസ്സ് തികയുന്ന മെസ്സി എന്നാൽ പ്രായം ഒരു പരിമിതിയല്ല എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. തനിക്കു കീഴിൽ അർജന്റീനയ്ക്ക് ഒരു ലോകകപ്പ് നേടിയോ എന്ന ചോദ്യത്തിന് 3.5 കൊല്ലം മുൻപ് തന്നെ മെസ്സി മറുപടി നൽകിയിട്ടുണ്ട്. ലോകകപ്പ് എന്ന സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ പൂർണ്ണ സ്വതന്ത്രനായാണ് മെസ്സി ഇത്തവണ കളിക്കളത്തിലെത്തുന്നത്. ഒരുപക്ഷെ തൻ്റെ അവസാന ലോകകപ്പ് ഏറ്റവും മികച്ച രീതിയിൽ അവസാനിപ്പിക്കുക എന്നതായിരിക്കും നിലവിലെ മെസ്സിയുടെ ലക്ഷ്യം. ദീർഘനാൾക്ക് ശേഷം ലോകകപ്പ് കിരീടം നിലനിർത്തുന്ന ടീം എന്ന നേട്ടം അർജന്റീനയ്ക്ക് നേടിക്കൊടുക്കാനായാൽ അത് മെസ്സിക്ക് ഇരട്ടി മധുരമാകുമെന്നതും തീർച്ച. എന്തുതന്നെയായാലും റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന മെസ്സിക്ക് വീണ്ടും ഒരു ലോകകപ്പ് എന്ന ലക്ഷ്യം നേടാൻ സാധിക്കുമോ എന്നത് കാത്തിരുന്നു കാണാം. അടുത്ത വിഷയത്തിലേക്ക്.